ഇത് മെയിൻ റോഡിലുള്ള വെള്ളക്കെട്ട് നമ്മുടെ മാലിപ്പുറം കർത്തിടം പോകാൻ നേരത്തെ ഉള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. ഇതുണ്ടാക്കിയാണ് നമ്മുടെ PWD ആണ്. കാരണം ഇത് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്, തിരഞ്ഞു കൊടുക്കുക. പക്ഷേ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കാവുന്ന ബുദ്ധിയ നമ്മുടെ കോൺട്രാക്ടർമാർക്കും നമ്മുടെ ആൾക്കാർക്കേ അറിയുള്ളൂ. കാരണം ഇത് വർഷങ്ങളായി ഇത് ഇപ്പോൾ ഈ റോഡ് പണിതിട്ടേ ഇവിടെ ഈ വെള്ളക്കെട്ട് നിൽക്കണത്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ പണിയുടെ ഗുണമാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ റോട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുക അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ് അവർ ഓരോ നിരീക്ഷണം നടത്തിക്കൊണ്ട് റോട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുക. ഇത് നമ്മുടെ PWD എഴുതേക്കണ ഇതാണ്. നല്ല ഇതാണല്ലേ, അടിപൊളിയാണ്. റോട്ടിലാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കണം. ഇത് പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പുറം തോടുണ്ട്. ഇത് നമ്മുടെ പൊട്ടപ്പാലത്തിൻ്റെ വളവിലുള്ള മാലിപ്പുറത്ത് കറുത്തയിടത്തേക്ക് പോണ ഭാഗമാണ്. നല്ല രസം. ഇങ്ങനെയുള്ള കൂടുതൽ വെള്ളക്കെട്ടുകൾ ഇനി നമ്മുടെ പൈപ്പും കരയിലെ ഭാഗത്തുകൾ ഉണ്ടാകട്ടെ. ഇതേപോലെ റോഡ് നിർമ്മാണവും റോഡ് നിർമ്മാണവും ഒക്കെ നടക്കട്ടെ. ഇത് കാണാതെ ഇതിന് ഫണ്ട് അനുവദിച്ച് ഇതൊക്കെ കഴിയുമ്പോൾ റോഡ് പണി കഴിയുമ്പോൾ ഇത് പൂർത്തീകരിക്കുമ്പോൾ ഇത് കൊടുക്കുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടല്ലോ, ബില്ലൊക്കെ ഒപ്പിട്ട് കൊടുക്കണത്, അവരും കൂടി ഇത് കണ്ടിട്ടാണ് ഈ പണി ചെയ്യണത്. കണ്ടോ, വെള്ളം തീറ്റിച്ചാണ് പോണം. ഇത് വണ്ടികൾക്ക് ദോഷമാണ്. അതുമാത്രമല്ല ഈ വളവിലായതുകൊണ്ട് ആൾ തലയും കുത്തി വീഴാനും സാധ്യതയുണ്ട്. എന്തെല്ലാം നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അപാകതകളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നേരത്ത് ആൾ കമ്മ്യൂണിസ്റ്റുകാരനായി. എങ്ങനെയുണ്ട്? നടു റോട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കാവുന്ന വിദ്യ അത് നമ്മുടെ ആൾക്കാർക്ക് മാത്രം അറിഞ്ഞൂട്. ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഇത് എല്ലാവരിലേക്കും എത്തട്ടെ. ഈ വെള്ളക്കെട്ട് ഒന്ന് തിരഞ്ഞു വിടാനും പോലും ആരുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് തിരഞ്ഞു വിട്ട് അതൊരു പത്രവാർത്തയായിട്ട് കൊടുത്തെന്നും പറഞ്ഞ് ഞാനെന്തോ ഗമ കാണിക്കാൻ ചെയ്ത കാര്യമാണ്. ഇത് കണ്ട, നമ്മൾ സത്യം വിളിച്ച് പറയണമെന്ന് മാത്രമല്ല. കണ്ട, വെള്ളം ചീറ്റിയാണ് പോണ. പകുതി റോഡും വെള്ളക്കെട്ടാണ്. ഇത് നമ്മുടെ നിർമ്മാണത്തിൻ്റെ അപാകതയല്ലേ. ഇത് ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഓരോ റോഡുകൾക്കും ഇതേപോലത്തെ അപാകതകളുണ്ട്. ഇത് നമുക്ക് വിളിച്ചു പറയാം. വൈപ്പും കരയിൽ ഓരോ ചെറിയ കാര്യങ്ങളും ഇതേപോലത്തെ കാര്യങ്ങളായിട്ട് ഞാൻ വരും. അപ്പോൾ വീഡിയോ പരമാവധി കാണണം, പരമാവധി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, മറക്കരുത്. വൈപ്പും കരയിലെ ഏത് വിഷയങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കമൻറ്റിലൂടെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.